എല്ലാവർക്കും പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയാം. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. എന്താണെന്നറിയോ, ഞാൻ SSLC കഴിഞ്ഞ സമയം SSLCയുടെ റിസൾട്ട് വന്നു, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ആ സമയത്തൊക്കെ 10ാം ക്ലാസ്സിൻ്റെ SSLC ബുക്ക് കയ്യിൽ കിട്ടിയ ഉടനെ നമ്മളെ കൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയും ഞാനുമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി അവിടെ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്തു, എല്ലാം ചെയ്തു. തിരിച്ച് ഞാൻ കൊണ്ടുപോയ ഫയലൊക്കെ ആയിട്ട് തിരികെ വീട്ടിൽ വന്ന് ഫയൽ തുറന്ന് നോക്കിയപ്പോഴാണ് 10th സ്കൂളിൽ നിന്ന് തന്ന എൻ്റെ TC കാണുന്നില്ല. അപ്പോൾ TC എന്ന് പറയുമ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ ഏത് ഒരു ഹയർ കോഴ്സിന് അഡ്മിഷൻ വേണമെങ്കിലും 10th TC ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതെ എനിക്ക് ഒരു കോഴ്സിനും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ആകെ വിഷമിച്ചു. ഫയലിലും ബാഗിലും ഒക്കെ നോക്കി, അവിടെ എങ്ങും കാണാനില്ല. തിരികെ ഏകദേശം 4:30 ആയി സമയം, വൈകുന്നേരം. ആ സമയത്ത് ഞാനും അമ്മയും കൂടി വീണ്ടും തിരികെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോയി. അവിടെ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്തെന്ന് ആ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയെടുത്തോളൂ, നിങ്ങളൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ ഒരു ചേച്ചിയാണ്, പിയൂണാണ്. അപ്പോൾ ആ ചേച്ചി 5 മണിയോടടുത്തു സമയം, ഓഫീസൊക്കെ അടയ്ക്കേണ്ട സമയമായി, ബാക്കി സ്റ്റാഫുകളൊക്കെ പോകാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എൻ്റെ സങ്കടം കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു, സാരമില്ല മോളെ, വിഷമിക്കേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, നമുക്കത് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ്, ഒരു ഗവൺമെൻറ് ഓഫീസാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ വരുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ ഇങ്ങനെ തറയിൽ മൊത്തം പേപ്പർ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഏകദേശം ആൾക്കാരൊക്കെ ചവിട്ടി ചെളിയായി, അല്ലെങ്കിൽ ഒരുമാതിരി ഡാർക്ക് കളറിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു പേപ്പറും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ TC ഏകദേശം അതേ കളർ തന്നെയാണ് സ്കൂളിൽ നിന്ന് തന്നത്. അങ്ങനെ ആ ചേച്ചി അവിടെ കിടന്ന എല്ലാ പേപ്പറുകളും പെറുക്കിയെടുത്ത് അതിൽ ഓരോന്നായിട്ട് തുറന്ന് നോക്കി. ഏകദേശം 1-1.5 മണിക്കൂർ കൂടുതൽ എടുത്തു ഇത് ഇത്രയും ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയെടുക്കാൻ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ആൾക്കാരൊക്കെ ചവിട്ടി. അന്നൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെരുപ്പിൽ ചെളിയും ഒക്കെ ആ പേപ്പറിലായി. ആകെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടങ്ങിയാണ് കിടന്നത്. നിവർത്തിയപ്പോൾ എൻ്റെ പേരാണ്, ധന്യ എന്നൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ TC എനിക്ക് തിരിച്ച് കിട്ടി. ഞാനും അമ്മയായിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്, ആ ചേച്ചി അവിടുത്തെ ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റാണ്. പക്ഷേ അവർക്ക് ആ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അവർക്ക് ഇതിപ്പോൾ എനിക്ക് നോക്കിയെടുത്ത് തരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. സ്റ്റാഫുകൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ജനലും വാതിലൊക്കെ പൂട്ടി അവരോടൊപ്പം അവർക്ക് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഒരു മേലുദ്യോഗസ്ഥനായ ഒരാൾ, ഈ ചേച്ചിയും മാത്രം എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. 5 മണിക്ക് തന്നെ ഓഫീസ് അടച്ച് പോവേണ്ട അവർ ഏകദേശം 6:45 ആയി അന്ന് അവിടുന്ന് ഈവനിങ് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവരുടെ ആ ജോലിയിലുള്ള ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഏതൊരു വ്യക്തികളായാലും, അല്ലെങ്കിൽ അവർ തൊഴിലിനോട് കാണിക്കുന്നതായാലും മറ്റൊരു വ്യക്തികളോട് കാണിക്കുന്നതായാലും, ഒരു മനുഷ്യന് മറ്റൊരാളിനോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഏറ്റവും വിലയുള്ളൊരു കാര്യമാണ്. നമ്മളൊരാളിനോട് എത്ര സ്നേഹം കാണിച്ചാലും, എത്ര വാത്സല്യം കാണിച്ചാലും, എത്ര അടുപ്പം കാണിച്ചാലും അതിൽ ആത്മാർത്ഥതയുടെ ഒരു തരി പോലും ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് 100% അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. ആത്മാർത്ഥതയില്ലാത്തവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നാണ്. നമ്മൾ ഒരു മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരുപാട് ആൾക്കാരുമായിട്ട് സമൂഹത്തിൽ മിങ്കിൾ ചെയ്യേണ്ടി വരുന്നു. ആരോടും സംസാരിക്കാതെ അല്ലെങ്കിൽ ആരോടും ഇടപെടാതെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലായാലും, ഫ്രണ്ട് സർക്കിളായാലും, നമ്മുടെ കൊളീഗ്സ് ആയാലും, അല്ലെങ്കിൽ ഓഫീസായാലും, നമുക്ക് ഒരുപാട് ആൾക്കാരോട് ദൈനംദിനം പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരുന്നു, പെരുമാറേണ്ടി വരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ള ഈ ആൾക്കാർ സിൻസിയർ ആണോ, ഇവർക്ക് ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ എങ്ങനെയും സ്വന്തം ലക്ഷ്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ഇപ്പോൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഒന്നും ഇവർക്ക് ഒരു ഇമ്പോർട്ടൻസും ഉള്ള കാര്യമായിരിക്കില്ല. ആർക്കിപ്പോൾ എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്താഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊക്കെ വെറും 0% വാല്യൂ കൊടുക്കുന്നവരാണ് ഇത്തരക്കാർ. അവർക്ക് എങ്ങനെയും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ അവരുടെ ജീവിതത്തിൽ കാണുള്ളൂ എന്നുള്ളത് ഒരു ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇവരെപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ആരുടെയും അഭിപ്രായങ്ങളോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ മറ്റുള്ളവരോട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ആരായാനോ മനസ്സുള്ളവരായിരിക്കില്ല.
എന്ത് കാര്യമായാലും ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ വളരെയധികം വ്യഗ്രത കൊള്ളുന്ന കൂട്ടത്തിലായിരിക്കും ഇങ്ങനെ ആത്മാർത്ഥതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ വ്യക്തിബന്ധങ്ങളെക്കാൾ അല്ലെങ്കിൽ ലൈഫിലെ റിലേഷൻസിനേക്കാൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾക്കായിരിക്കും. സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ ആ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരോട് ഷോ ചെയ്യും. പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു നേട്ടവും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ഇവർ അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരാളിൻ്റെ റിയാലിറ്റി അറിയണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ സാമ്പത്തിക കാര്യങ്ങൾ അയാളോട് ഇടപെടണം, അല്ലെങ്കിൽ അയാളോടൊപ്പം യാത്ര ചെയ്യണം എന്നുള്ളത്. അത് 100% കറക്റ്റായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാരും. അവർ എല്ലാത്തിനും മുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാശിനായിരിക്കും അല്ലെങ്കിൽ പണത്തിനായിരിക്കും എന്നുള്ളതാണ്. ഇനി പല സമയത്തും ഇവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഇവർ മറ്റുള്ളവരോട് സ്നേഹം അഭിനയിച്ചേക്കാം, അല്ലെങ്കിൽ വളരെയധികം ഡെഡിക്കേഷനോട് കൂടെ നിന്നേക്കാം. പക്ഷേ ഇവരുടെ സ്നേഹത്തിന് ഒരിക്കലും ഒരു ആത്മാർത്ഥതയോ വിശ്വാസ്യതയോ കാണില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും ഇവരെ 100% കണ്ണടച്ച് വിശ്വസിക്കരുത്. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇത്തരക്കാർക്ക് മറ്റുള്ളവരുടെ സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഇതിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ആരുടെ സന്തോഷം പോയാലും അല്ലെങ്കിൽ ആരുടെ സമാധാനം കളഞ്ഞാലും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരിക്കും അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നെക്സ്റ്റ്, ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ ഏതൊരു വ്യക്തികളിലായാലും എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് ഇവർക്ക് ഇത്തരക്കാർക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ എത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിലെല്ലാം എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് മാത്രമാണ് ഇവരുടെ കണ്ണിൽ പെടുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവരെ എപ്പോഴും തൻ്റെ കടമകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചാലും അതിൽ ഒരുപക്ഷെ എന്തെങ്കിലും പാളിച്ചകൾ വന്നാലോ പരാജയങ്ങൾ വന്നാലോ ഇവരൊരിക്കലും ആ ഒരു ഉത്തരവാദിത്തം ഇവരുടെ ചുമലിൽ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. പകരം കൂടെ നിന്ന ആൾക്കാർ അയാൾ അത് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് എന്നുള്ളതും ഒന്ന് ഓർക്കേണ്ടതാണ്. ഇനി ഇതുപോലെ ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ ഒരു കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? ഇപ്പോൾ കുടുംബാംഗങ്ങളുമായോ അല്ലെങ്കിൽ ബന്ധങ്ങളുമായോ ഓവർ അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ വാസ്തവമായിട്ടും ഇവർക്ക് മറ്റുള്ളവരോട് യാതൊരു മാനസിക അടുപ്പവും ഇവർ കീപ്പ് ചെയ്യാറില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാറുണ്ട്. അതിൽ പല ആൾക്കാരും ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറും, നമ്മളാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കും. ഇനി നമ്മൾ അവിടുന്ന് മാറിക്കഴിഞ്ഞാലോ അടുത്ത് നിൽക്കുന്ന മറ്റൊരാളിനോട് നമ്മുടെ കുറ്റങ്ങളായിരിക്കും ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഒരാൾ അതെങ്ങനെയെങ്കിലും നമ്മൾ അറിയാനിടയായാൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയായിരിക്കും. നമ്മളോട് വളരെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് മറ്റൊരാളിനോട് നമ്മളെ കുറ്റം പറയുന്നവർക്ക് എങ്ങനെയാണ് ആത്മാർത്ഥത ഉണ്ടാവുക? നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഇത്തരക്കാര് ഒരിക്കലും ഒരു കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങളിലും ഇവർ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ്. കാരണം ഇപ്പോൾ വഴക്കുകളായാലും പിണക്കങ്ങളായാലും ഇവർ ഒരിക്കലും ഒരു സോറി പോലും പറയാൻ തയ്യാറാകാത്ത ആൾക്കാരാണ്. കാരണം മിസ്റ്റേക്സ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും അവർ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പകരം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എപ്പോഴെങ്കിലും സോറി പറഞ്ഞ് ഇവരോട് മിണ്ടുമ്പോൾ മാത്രമാണ് ഇവർ തിരിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നത്. ഇതും ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരുടെ ലക്ഷണങ്ങളാണ്. ഇനി നിങ്ങൾ എത്ര സ്നേഹത്തിൽ പോകുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ എത്ര അടുത്ത റിലേഷൻസിലുള്ള ആൾക്കാരായാലും ആത്മാർത്ഥതയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു വിലയും തരില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പകരം പല അവസരങ്ങളിലും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ ഇവർ പാഴാക്കാറില്ല. ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി മറ്റുള്ളവരുടെ മുമ്പേ എപ്പോഴും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ സൊസൈറ്റിയുടെ മുമ്പേയൊക്കെ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റ്ഫുൾ ആവണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. അതും ഒന്ന് ഓർത്തു വയ്ക്കുക.
ഇനി ഇതുപോലെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഓഫീസിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലായാലും എപ്പോഴും നിങ്ങൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആക്കാൻ നോക്കും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ത് കാര്യങ്ങളായാലും എന്ത് ഉത്തരവാദിത്തങ്ങളായാലും എന്ത് തീരുമാനങ്ങളായാലും നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുത്ത് ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുത്ത് കാര്യങ്ങൾ സോൾവ് ചെയ്യും അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്നൊരു സമയം വരുമ്പോൾ ഇവരതിനെ മുടക്കാനും അവരുടെ എന്താണോ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ എന്താണോ ഡിസിഷൻ അത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കും. അപ്പോൾ എപ്പോഴും പല അവസരങ്ങളിലും നിങ്ങളെ എങ്ങനെ ഓവർ ഡിപ്പെൻഡൻ്റ് ആക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് ഇവർ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വിലയും തരാതെ മാക്സിമം വളരെ മോശമായിട്ടായിരിക്കും ഇവർ മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ പറ്റി ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ എന്താണ് നല്ല ഒരു ഗസറ്റഡ് പോസ്റ്റിൽ ഗവൺമെൻറ് സർവീസിൽ റിട്ടയർ ആയതാണ്. ചേച്ചി നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ നല്ല ചെറുപ്പത്തിലെ ജോലി കിട്ടിയതാണ്. സ്വന്തമായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലി. അത് ഗസറ്റഡ് പോസ്റ്റിൽ ചേച്ചി ജോലി ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗവൺമെൻറ് സർവീസ് തന്നെ ആയിരുന്നു. പക്ഷേ ചേച്ചിയുടെ അത്രയും ഹയർ പോസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു ആവറേജ് ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഒരു ഈഗോയാണ്. അല്ലെങ്കിൽ ചേച്ചി വളരെ ജെന്യൂനാണ്. റിലേറ്റീവ്സിനോടായാലും ഫാമിലിയോടായാലും 100% വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിലാണ്. ചേച്ചിക്ക് ഷോ ഓഫ് ഒന്നും അറിയില്ല. സ്നേഹം വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. പുള്ളിക്ക് എപ്പോഴും എൻ്റെ ചെവി കൊണ്ടിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ് പല സദസ്സുകളിലും ഇതുപോലെയുള്ള വേണ്ടപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ റിലേറ്റീവ്സിൻ്റെ മുമ്പ് വെച്ച് ഇത്രയും ഗസറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ചേച്ചിയെ ഭർത്താവാണ് എന്നുള്ളൊരു നിലയിൽ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒന്നിനും കഴിവില്ല, ചേച്ചിക്ക് ഈ കാണുന്നത് പോലുള്ള ഒരു കാര്യങ്ങളൊന്നും നോക്കിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവില്ല എന്നുള്ള രീതിയിൽ ചേച്ചിയെ മാക്സിമം ചവിട്ടി താഴ്ത്തി സംസാരിക്കുന്നത് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും, ചേച്ചി ഇത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഇത്രയും നല്ല ഹയർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, പക്ഷേ ചേച്ചി മറുത്തൊരു വാക്ക് പോലും പറയാറില്ല. കാരണം അവർ അത്രയും നല്ലൊരു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഭർത്താവിന് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് തിരികെ എങ്ങനെ പറയും എന്നോർത്തിട്ടായിരിക്കും ചേച്ചി അത് കേൾക്കാത്ത പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പല അവസരങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ്, ആത്മാർത്ഥതയില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് എങ്ങനെയും അവരെ താഴ്ത്തിക്കെട്ടാൻ കിട്ടുന്ന ഒരവസരങ്ങളും അവർ പാഴാക്കാറില്ല എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രം ഇത് വച്ച് നിങ്ങൾ അതിനെപ്പറ്റി കാൽക്കുലേറ്റ് ചെയ്യാതെ പകരം നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലോ നെയ്ബേഴ്സോ ഏതൊരു വ്യക്തികളായാലും നിങ്ങൾക്ക് ഏറ്റവും ഇടപെടുന്ന ആൾക്കാർ ആരാണോ അവരിൽ ഇതുപോലുള്ള സ്വഭാവങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാതെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാത്രം ഇതുപോലെ സിൻസിയറിറ്റി കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഇല്ലാത്തതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. പൊതുവിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ആൾക്കാരും നമ്മൾ വിചാരിക്കുക അവർക്ക് നമ്മളാണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ അങ്ങനെയല്ല. അവർ തിരികെ നിന്ന് നമ്മുടെ കുറ്റമായിരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമുക്ക് പതുക്കെ അവരോടൊരു ഗ്യാപ്പ് ഇടുക, അല്ലെങ്കിൽ പിന്നെ അവരോട് നമ്മൾ മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. അത് എത്ര അടുപ്പമുള്ളവരായാലും നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ നിൽക്കുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻസ് എടുക്കുക, അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അല്ലാതെ ഇത്തരക്കാരോട് നമ്മൾ ഓവർ വിധേയത്വം കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫാണ്. നിങ്ങളുടെ ലൈഫിൽ ആൾക്കാർ അല്ലെങ്കിൽ ആരൊക്കെയാണ്, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചൊരു തീരുമാനമെടുക്കുക. അപ്പോൾ ഇതാണ് ആത്മാർത്ഥതയില്ലാത്തവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷോ കാണിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.